ഹലോ, ഹായ്. നമ്മുടെ സക്രഡ് സ്പേസിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ കൂടെ നമ്മുടെ ടിൻ ഫ്ലെയിം യാത്രയെ പറ്റിയും അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയെ പറ്റിയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവനും ശക്തിയും അല്ലേ. ഈ ഒരു യാത്രയിൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളൊരു സംഭവമാണ് ശിവൻ എന്താണ് അല്ലെങ്കിൽ ശക്തി എന്താണ് എന്നുള്ളതല്ലേ. ആക്ച്വലി നമ്മൾ ശിവശക്തി സംഗമം ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഒരു വ്യക്തിയിൽ തന്നെ ശിവബോധവും ഉണ്ട്, ശക്തിയുടെ ബോധവും ഉണ്ട്. എന്താണ് ശിവബോധം അല്ലെങ്കിൽ ശിവോർജം എന്ന് വെച്ചാൽ അത് ശൂന്യസ്ഥിതിയാണ്, സർവ്വതും ശൂന്യമാണ്. പിന്നെ നമ്മൾ സങ്കല്പം വെച്ചിട്ട് അതിന് ശക്തി പകരുമ്പോഴാണ് അവിടെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഫോം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സംഭവം ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ശിവം എന്താണ്? ഒന്നുകിൽ നമുക്കതിന് പുരുഷോർജം, പുരുഷൻ എന്നൊക്കെ പറയാം. അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശൂന്യസ്ഥിതി അല്ലെന്നുണ്ടെങ്കിൽ സീറോ മൈൻഡ്, എംപ്റ്റി മൈൻഡ് അല്ലെങ്കിൽ നിശ്ചല സ്ഥിതി എന്ന് പറയാം. അതിലേക്ക് കണക്ട് ചെയ്യാനായിട്ടാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു ടൂളാണ് മെഡിറ്റേഷൻ എന്നുള്ളത് അല്ലേ. ഈ ശൂന്യവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിറ്റേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളിൽ കുഞ്ഞുനാൾ തൊട്ടേ മടിച്ചിയാണ് അല്ലെങ്കിൽ മടിയനാണ് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് ബോധ്യമുണ്ട് നിങ്ങൾ ആ പറയുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ നിങ്ങളിലില്ല എന്നുള്ളത്. അതായത് നിങ്ങൾക്കത് ഹർട്ടാവുന്നില്ല. അവർ നിങ്ങളെ അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരു വിഷമത്തിന് കാരണമാകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് മടിച്ചാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മടിയനാണെന്ന് പറഞ്ഞാലും നിങ്ങളത് നിങ്ങൾക്കതിനോടൊരു വിലയുണ്ടാവില്ല. സോ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ തുടരുകയും ചെയ്യും. സോ അങ്ങനെയുള്ളവർക്ക് മെഡിറ്റേഷൻ ചൂസ് ചെയ്യാം നമ്മുടെ സോളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ശിവശക്തി നമുക്കറിയാം, ഒരു ദിവസം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ശിവനും ഉണ്ട്, ശക്തി ഉണ്ടെന്ന് പറയാം. 24 ഹവറിൽ പകൽ സമയം നമ്മൾ ശക്തിയെ ആണ് ശക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അതിൽ ചലനമുണ്ട്. എപ്പോഴും നമ്മൾ പ്രവർത്തനം സജ്ജമായിരിക്കും അല്ലേ. നമ്മുടെ തോട്ട്, നമ്മളുടെ പ്രവൃത്തികൾ, നമ്മളുടെ പിന്നെന്താണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ കുക്കിംഗ് ആണോ അല്ലെങ്കിൽ ഡാൻസിങ് ആണോ അല്ലെങ്കിൽ പാട്ട് പാടുകയാണോ, ഇതിലെല്ലാം എന്തുണ്ട്, ചലനമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ശക്തിയാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം എന്താണ്? പ്രകൃതിയാണ്, ശക്തിയാണ് അല്ലേ. അപ്പം അത് എന്തിലേക്ക് കണക്റ്റ് ആകുമ്പോഴാണ്, നമ്മുടെ ശൂന്യവുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അതിലൊരു ശുദ്ധത കൈവരുന്നത്. അവിടെ നമ്മൾ മാറുകയാണ്, ആ ശൂന്യവുമായിട്ട് കണക്റ്റ് ആവുകയാണ് അല്ലേ. ഈ ഒരു ഫിസിക്കൽ ബോഡിയിലിരുന്നിട്ട് തന്നെ നമുക്ക് ആ ഒരു ശൂന്യവുമായിട്ട് ആ ഒരു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഏകാഗ്രതമാവുമ്പോൾ നമുക്കതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടലി ഇങ്ങനെ പറയാം, നിശ്ചലതയുടെയും ചലനത്തിൻ്റെയും ആകെത്തുകയാണ് ജീവിതം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, ചലനത്തിനൊരു ശുദ്ധി വന്ന് ശിവനിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ശൂന്യത്തിലേക്ക് എത്തുമ്പോൾ അവിടെ സൃഷ്ടി ഉണ്ടാവുന്നു. നമ്മളിപ്പം പുതിയതായിട്ട് പാട്ടൊക്കെ എഴുതുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുത്ത് അല്ലെങ്കിൽ എന്താ പറയുക, പുതിയതായിട്ട് എന്തെങ്കിലും കലാകാരന്മാർ എഴുതുക, നോവല് അല്ലെങ്കിൽ ചെറിയ ചെറിയ കുട്ടി കഥകൾ, കവിതകൾ ഇങ്ങനെയൊക്കെ എഴുതുന്നവരുണ്ടല്ലോ. അവരൊക്കെയും എന്താണ്, ആ സൃഷ്ടികർമ്മത്തിൻ്റെ ആ പാതയിലാണ്. അപ്പം നമ്മളിലെ ചലനം ശക്തിയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ശക്തി ഏകാഗ്രമാകുന്നിടത്ത് എന്താണ്, ശൂന്യ സ്ഥിതി ഉണ്ടാകുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ശിവം എന്ന് പറയുന്ന ഊർജം സംജാതമാകുന്നു. അവിടെ എന്താണ്, ഉദ്ദേശശുദ്ധി പ്രകാരം ഭൂതത്തെ ഉണർത്തി നമ്മുടെ സൃഷ്ടികർമ്മങ്ങളിലേക്ക് കടക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.